സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ബി ഫാസ്റ്റ് പോലുള്ള സിംറ്റംസ് ഒരു ആൾക്കുണ്ടായാൽ ഈ ഓരോ മിനിറ്റിലും 1.9 മില്യൺസ് ന്യൂറോൺസ് ആണ് ഡാമേജ് ആവുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു മിനിറ്റ് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പോയാൽ 1.9 മില്യൺ ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിൽ നശിക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് കഴിയും തോറും അത്രയും ന്യൂറോൺസ് ഡാമേജ് ആയി റിക്കവറി വരാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ബി ഫാസ്റ്റ് പോലുള്ള സിംറ്റംസ് ഒരു ആൾക്കുണ്ടായാൽ അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ അഡ്വാൻസ് സ്ട്രോക്ക് സെൻറ്ററിൽ ചികിത്സ തേടണം. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഗോൾഡൻ പീരീഡ് അല്ലെങ്കിൽ വിൻഡോ പീരീഡ് എന്ന് പറയും. വിൻഡോ പീരീഡ് അതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രക്തക്കട്ട ഒരു 4.5 മണിക്കൂർ വരെ നമുക്ക് IV ആയിട്ട് ക്ലോട്ട് അലിയിച്ച് കളഞ്ഞ് ചികിത്സിക്കാം. അതിനെയാണ് 4.5 മണിക്കൂറാണ് IV ത്രോംബോലൈസിസിൻ്റെ വിൻഡോ പീരീഡ് അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് എന്ന് പറയും. അതേസമയം 6 മണിക്കൂർ ആണ് മെക്കാനിക്കൽ ത്രോംബെക്ടമിക്ക് പറയുന്നത്. പക്ഷേ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുമ്പോൾ നമ്മളൊരു കത്തീഡറിൻ്റെ സഹായത്തോടെ ആ ക്ലോട്ട് റിമൂവ് ചെയ്യുന്നത്. പക്ഷേ അപ് ടു 16 hours ഇൻ സെലക്റ്റഡ് പേഷ്യൻസ്. ചില പേഷ്യൻസിനെ നമുക്ക് MRI നടത്തിയതിന് ശേഷം നമുക്ക് സെലക്റ്റഡ് പേഷ്യൻസിന് മെക്കാനിക്കൽ ത്രോംബെക്ടമി ചെയ്യാം. അപ്പോൾ ഈ ഗോൾഡൻ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഓരോ ഇന്റർനാഷണലി നമ്മൾ 16 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേ 24 മണിക്കൂർ വരെ ചില പേഷ്യൻസിൽ സെലക്റ്റഡ് പേഷ്യൻസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ടൈം ഈസ് ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് തന്നെ. ടൈം ഈസ് ബ്രെയിൻ. ഈ ഓരോ മിനിറ്റിലും 1.9 മില്യൺസ് ന്യൂറോൺസ് ആണ് ഡാമേജ് ആവുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു മിനിറ്റ് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പോയാൽ 1.9 മില്യൺ ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിൽ നശിക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് കഴിയും തോറും അത്രയും ന്യൂറോൺസ് ഡാമേജ് ആയി റിക്കവറി വരാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? പക്ഷാഘാതം എന്താണ്? സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും കുറച്ചും ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് പോലെ ബ്രെയിനിന് സംഭവിക്കുന്നതാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. തലച്ചോറിലെ രക്തധമനികൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും 85% സ്ട്രോക്ക്. ഒരു 15% മുതൽ സ്ട്രോക്കോളം ഉദ്ദേശം തലച്ചോറിലെ രക്തധമനികൾ പൊട്ടുന്നതിൻ്റെ പാർട്ടായിട്ടുണ്ടാകുന്നത്. അതിനെ നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രോക്ക് എന്താണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലയ്ക്കുമ്പം തലച്ചോറിലെ നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും എല്ലാം നഷ്ടപ്പെടും. അപ്പം ആ നാഡീകോശങ്ങൾ നശിച്ചു പോകും. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഓരോ മിനിറ്റിലും 1.9 മില്യൺ ന്യൂറോൺസ് ആണ് നശിക്കുന്നത്. നമ്മുടെ ജനിക്കുമ്പം നമ്മുടെ തലച്ചോറിലുള്ള നാഡീകോശങ്ങളുടെ എണ്ണം ഫിക്സ്ഡ് ആണ്. അതൊരിക്കലും ഇൻക്രീസ് ചെയ്യത്തില്ല. അപ്പം ഈ നാഡീകോശങ്ങൾക്കുണ്ടാകുന്ന ഡാമേജിന്റെ പാർട്ടായിട്ട് ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് സ്തംഭിച്ചു പോവുക, വാ കൂടിപ്പോവുക എന്നീ ലക്ഷണങ്ങളാണ്. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന സ്ട്രോക്ക്. അതേപോലെ ഒരുപാട് ലക്ഷണങ്ങൾ സ്ട്രോക്കിൻ്റെതായിട്ട് വരാം.